ഏവർക്കും SD കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തെക്കൻ കുരിശുമലയുടെ അടിവാരത്തിൽ മാതാമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 3 കിലോമീറ്റർ നടക്കണം മാതാമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയാലോ. കാട്ടുവഴിയിലൂടെയാണ് ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാം. ഇവിടുന്ന് ചെങ്കുത്തായ കയറ്റമാണ് ആരംഭിക്കുന്നത്. മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഈ വെള്ളത്തിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും കയറ്റം ആരംഭിക്കുക. കയറ്റമാണ്. ജനവാസമില്ലാത്തൊരു ഭൂപ്രദേശമാണ്, മലമ്പ്രദേശമാണ്. ഒട്ടേറെ വളവുകളും തിരിവുകളുമുള്ള ഒരു കാട്ടുപാതയാണ് ഇത്. തെക്കൻ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ്. ആ മലയുടെ ഇടതുഭാഗത്തായിട്ടാണ് ഈ മാതാമല സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഞാൻ മലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനറേറ്റർ ഈ പാറയുടെ അടുത്ത് ഇരിക്കുന്നത് കാണാം. പ്രകൃതി ഇന്ന് എന്നോട് കനിവ് കാണിച്ചിരിക്കുകയാണ്. ഇന്നല്പം പ്രകൃതി ശാന്തമായിരിക്കുകയാണ്. പ്രവേശന കവാടം അങ്ങ് മുകളിൽ കാണാം. ഇത് മലയുടെ രണ്ടാമത്തെ കവാടമാണ് മുന്നിൽ കാണുന്നത്. അങ്ങ് പാറയുടെ മുകളിൽ വിശുദ്ധ മാതാവിൻ്റെ ഒരു പ്രതിമ ഇരിക്കുന്നു. കുത്തുകയറ്റമാണ് സുഹൃത്തുക്കളെ. എനിക്ക് എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന് രാവിലെ. ഇപ്പോൾ അല്പം പ്രശാന്തമായിരിക്കുകയാണ്. കയറ്റം. ഇന്ന് പ്രകൃതിയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇറങ്ങിയത്. ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് കമ്പിയും കല്ലുമൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഗൈസ്, ഞാൻ 2 കിലോമീറ്റർ താണ്ടി ഇനിയും കിടക്കുക മുകളിലോട്ട് കയറാൻ. കണ്ടില്ലേ മുന്നിൽ കുത്തുകയറ്റം. ഗൈസ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക വസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യില്ലെന്ന്. എനിക്ക് ഏതൊക്കെ പ്രത്യേകത തോന്നുന്നോ അതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന്. അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ തെക്കൻ കുരിശുമല തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാ ദേവന്മാരെയും ദേവികളെയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ, ഇപ്പോൾ കർക്കിടക മാസമാണ്. കാലാവസ്ഥയെല്ലാം മാറിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, ഇവിടുന്ന് കുരിശുകൾ വരിയ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സോറി, നട്ടുപിടിപ്പിച്ചതല്ല, സ്ഥാപിച്ചെന്ന് പറയേണ്ടതാണ്. ക്ഷമിക്കുക. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വഴിനീളെ മനോഹരമായി കുരിശുകൾ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന കാഴ്ചകൾ. നോക്കിയാൽ എത്ര മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് കാണുന്നത്. പശ്ചിമഘട്ടത്തിലെ താഴ്വാരത്തിലെ ചിറ്റാർ ഡാം സെക്കൻഡിലെ ജലസംഭരണിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജലങ്ങളും ചുറ്റുവട്ടവും പ്രകൃതി രമണീയമായ കാഴ്ചകളും. ഇവിടം കൊണ്ട് തീരുകയാണ്.
നല്ല വേഷത്തിൽ അതാണ്ട അത് മാത്രം പിടിച്ചാൽ പിന്നെ നമ്മൾ ഈ ഒരു അങ്ങനെ അവസാനം ഞാൻ മാതാമലയുടെ നെറുകയിലെത്തി. ഇവിടെ 3 വ്യക്തികളുണ്ട്. ഈ മലയുടെ ഉത്ഭവത്തെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചും നമുക്ക് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഈ മലയെക്കുറിച്ച് ഒന്ന് പറയാമോ? അതേക്കുറിച്ച് ഒരു 10 വർഷത്തിന് മുമ്പേ നമ്മളെ വിൽസൻ്റ് കെ പീറ്റർ അച്ഛൻ, നമ്മളെ കപ്പ്യാരായ കൃത്യദാസ്, അവർ രണ്ടുപേരും കൂടെയാണ് ഈ മലയിൽ വരുന്നത്. ആദ്യമായി അച്ഛനെ അവർ മലയിൽ കൊണ്ടുവന്ന് അങ്ങനെ അച്ഛനെ ഈ മല കാണുകയും അച്ഛന് കിടന്നപ്പോൾ ഇങ്ങനെ ഒരു മലയുണ്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്ത ഒരു കാരണം കൊണ്ടാണ് ഇവിടെ കപ്പ്യാരോട്ട് വരാൻ കാരണം. അങ്ങനെ ആ പുള്ളിയെ മല ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ആ മലയിൽ ഇവിടെ വന്നു, അച്ഛന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ ഒരു മാതാവിൻ്റെ ഇത് ഉണ്ടാക്കി, മാതാവിൻ്റെ ചില ഇവിടെ വെച്ചു. അങ്ങനെ ഇപ്പോൾ 10 വർഷം കൊണ്ട്, ഇത് 7ാമത്തെ വർഷമാണ് തീർത്ഥാടനം നടക്കുന്നത്. ഒരു 10 വർഷമായി ഇത് വെച്ചിട്ട്. പക്ഷേ തീർത്ഥാടനം 7 വർഷം കൊണ്ട് നടക്കുന്നു. അങ്ങനെ കർമ്മലമാതാ മലയെന്നുള്ള പേരിൽ തീർത്ഥാടനം ഇവിടെ കൃത്യമായി ചെയ്യുന്നു. ഇപ്പോൾ 4 വർഷം കൊണ്ട് ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നു. അച്ഛൻ്റെ ഇതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി, ഞാൻ ബിജു, ഇത് ബിജു, ഇവിടെ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ആൾ. ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഞാനാണ്. പിന്നെ കപ്പ്യാരുണ്ട്, ഇപ്പോഴും വന്നില്ല, പുള്ളിക്കാരൻ താഴെ കാണും. അപ്പം നമ്മൾ 3-4 പേരാണ് ഇതിൻ്റെ കഷ്ടപ്പാട്. പിന്നെ വിൽസൻ്റ് അച്ഛനാണ് ഇതിൻ്റെ മെയിൻ ആൾ. കാരണം വിൽസൻ്റ് അച്ഛൻ വന്നതിന് ശേഷമാണ് ഇവിടെ കുരിശുമല, ഈ മാതാമല ഇതെല്ലാം ഇത്രയും ഇതായി മാറിയത്. വിൽസൻ്റ് അച്ഛനാണ് എൻ്റെ മെയിൻ കാരണക്കാരൻ, അല്ലാതെ നമ്മളാരുമല്ല. ആ ദൈവികമായി അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ആ ദൈവീകത്തിൻ്റെ ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്നതുകൊണ്ട് നമ്മളെപ്പോലുള്ള 2-3 പേര് ഇവിടെ സംഘടിപ്പിച്ച് ഇത് കാര്യങ്ങളെല്ലാം ഭംഗിയാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത് പറയാനുള്ളത്. സ്നേഹമുള്ളവരെ, എനിക്ക് ഈ തീർത്ഥാടനത്തെ കുറിച്ച് പറയാനുള്ളത് ഒത്തിരിയേറെ സന്തോഷകരമായ ഒരു നല്ല അഭിപ്രായങ്ങളാണ്. നമ്മുടെ തെക്കൻ കുരിശുമലയുടെ അടുത്തൊരു ഭാഗത്തായിട്ടാണ് കർമ്മൽ മാതാ പിൽഗ്രീം എക്കോ പിൽഗ്രീം ടൂറിസ്റ്റ് എന്നൊരു പേരിൽ നമ്മുടെ മാതാവിൻ്റെ ഒരു കേന്ദ്രം നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതായത് മാതാവ് എന്ന് പറയുമ്പോൾ കർമ്മല മാതാ തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുരിശിൻ്റെ മൂട്ടിൽ അമ്മ എന്നുള്ള രീതിക്കാണ്. നമ്മുടെ ഈ കുരിശിയുടെ മുകളിൽ കയറി വരുമ്പോഴാണ് നമുക്ക് ഈ കുരിശിൻ്റെ മൂട്ടിലിരിക്കുന്ന ഈ ഒരു അമ്മയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ബൈബിളിലൊക്കെ നമ്മൾ ചില ഭാഗത്ത് കാണുന്നില്ലേ, കുരിശിൻ്റെ ചുവട്ടിലിരിക്കുന്ന അമ്മ, കുരിശിലിരിക്കുന്ന ഈശോയെ ഇറക്കി മടിയിൽ വയ്ക്കുന്ന ആ അമ്മ. അതേ അനുഭവമാണ് നമുക്ക് ഈ നെറുകയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് ദൂരഭാഗത്തായിട്ടാണ്, മുകൾ ഭാഗത്തായിട്ടാണ് കുരിശ് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ്, നല്ലൊരു സ്ഥലത്തായിട്ടാണ് ഈ കർമ്മല മാതാ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒത്തിരിയേറെ തീർത്ഥാടകർ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ തീർത്ഥാടനം നടക്കുന്നത് 2024 ജൂലൈ 16 മുതൽ 21 വരെയാണ്. അപ്പോൾ ദിവ്യബലി ഉണ്ട്, വൈകുന്നേരം ദിവ്യബലിയും പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയിലെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ കുരിശുമലയുടെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും റെക്ടറുമായിരിക്കുന്ന മോൺസിംഗൂർ വിൽസൺ കെ പീറ്റർ അച്ഛൻ അവർകളാണ്. ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇത് നല്ലൊരു പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ മക്കൾക്ക് നല്ലൊരു അനുഭവവും നല്ലൊരു അടയാളവും നല്ലൊരു അനുഗ്രഹവും നല്ലൊരു ആത്മവിശ്വാസവും ലഭിക്കുന്ന ഈ പ്രകൃതി രമണീയമായ നല്ല ഒരു കാഴ്ചപ്പാടുകളും നല്ലൊരു അനുഭവമാണ് അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ലൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളും എല്ലാവരും ഈ മല കയറി വരിക. ഈ കർമ്മലമാതാ മലയിൽ വന്നിട്ട് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹം നേടുവാനായിട്ടും ഒത്തിരിയേറെ രോഗസൗഖ്യം ഉള്ള ഒരു മക്കളായി തിരിച്ചു പോകുവാനും ഭവനത്തിൽ സമാധാനം, സന്തോഷം, കുടുംബ സമാധാനം, ഇങ്ങനെ ഒത്തിരിയേറെ രോഗത്തിലായിരിക്കുന്നവർക്ക് രോഗസൗഖ്യം, ഒത്തിരിയേറെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് കടന്നു പോകാം. നല്ലൊരു അനുഭവമായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് സരോജ. ഞാൻ ഈ മാതാമലയിൽ ഒരു 10 വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുകയും തൂക്കുകയും പറക്കുകയും ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അവരൊപ്പം സഹകരിച്ച് പോകുന്നു. നമ്മുടെ വിൽസൻ്റെ അച്ഛൻ, ലെറ്ററായ അച്ഛൻ്റെ സ്ഥാനത്തെടുത്ത് എല്ലാ കാര്യവും മംഗളമായിട്ട് നടക്കുന്നു. താങ്ക് യു. ഇവിടെയാണ് ചർച്ച് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ചർച്ചിനുള്ള സ്ഥാനം. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചിൻ്റെ ഫാദർ മലമുകളിൽ പോയിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായിട്ട്. അങ്ങനെ അവസാനം ഞാൻ മലയുടെ നെറുകയിലെത്തി. എൻ്റെ മുമ്പിലിരിക്കുന്നതാണ് വിശുദ്ധ മാതാവും ഉണ്ണിയേശുവും. ഇവിടെ വെച്ച് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ
സഹകരണമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ടുള്ള ഗതി നിർണ്ണയിക്കുന്നത്. ഞാൻ വിശുദ്ധ മാതാവിൻ്റെ കാൽക്കലിൽ നിന്ന് എൻ്റെ വീഡിയോ ഒന്ന് നോക്കുകയാണ്. കാലാവസ്ഥ വളരെ മോശമാണ്.